രാഷ്ട്രീയത്തിലെ വലിയ കണക്കുകൾക്കുമപ്പുറം ഓരോ നാടിനും അതിന്റേതായൊരു കഥ പറയാനുണ്ടാകും. നമ്മളിന്നിറങ്ങിച്ചെല്ലുന്നത് വടക്കൻ കേരളത്തിലെ തൃക്കരിപ്പൂർ എന്ന മണ്ഡലത്തിന്റെ ഹൃദയത്തിലേക്കാണ്. ഇവിടത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും പിന്നിലുള്ള യഥാർത്ഥ മനുഷ്യരുടെ കഥയിലേക്ക്. ഇവ വെറുമൊരു തിരഞ്ഞെടുപ്പ് വിശകലനം മാത്രമല്ല, ഡേറ്റ ഉപയോഗിച്ച് ഒരു നാടിന്റെ ഭാവിക്കായി എങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കാം എന്നതിന്റെ ഒരു മാതൃകയാണ്. അപ്പൊ നമുക്ക് തൃക്കരിപ്പൂരിന്റെ മണ്ണിലേക്ക് തന്നെ വരാം. കടലും കായലും ഒരുപോലെ തൊട്ടുകിടക്കുന്ന ഈ പ്രദേശം അതൊരു രാഷ്ട്രീയ ഭൂമിക മാത്രമല്ല, ഇവിടുത്തെ ഓരോ വോട്ടും ഓരോ ജീവിതമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ പ്രതീക്ഷയുണ്ടതിൽ, ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു ചെറുപ്പക്കാരന്റെ ആശങ്കയുണ്ട്, പിന്നെ ഒരു കർഷകന്റെ അധ്വാനമുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയം പൂർണ്ണമാകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ ശബ്ദം കേൾക്കണം. ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം. ഒരു നേതാവിനെങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു നാടിന്റെ ഹൃദയമിടിപ്പ് ശരിക്കും കേൾക്കാൻ കഴിയുക? ജനങ്ങളുടെ അനുഭവങ്ങളെയും കയ്യിലുള്ള ഡേറ്റയെയും എങ്ങനെ ഒന്നിച്ച് ഒരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാൻ സാധിക്കും? നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ഈ വിശകലനം ചെയ്യാൻ പോകുന്നത് ഒരു 6 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം നമ്മൾ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കും. പിന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരും. അതിനുശേഷം കണക്കുകൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. എന്നിട്ട് ഫലത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തും. ഒടുവിൽ ഇതിൽ നിന്നെല്ലാം വ്യക്തമായൊരു ഭരണരൂപരേഖയും ഒരു പ്രവർത്തന പദ്ധതിയും നമ്മളുണ്ടാക്കും. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇവിടത്തെ രാഷ്ട്രീയ ചിത്രം ഒന്ന് നോക്കാം. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് വെറുമൊരു മണ്ഡലമല്ല, അതൊരു ചുവപ്പൻ കോട്ടയാണ്. 60 വർഷത്തിൽ കൂടുതലായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരിടം. അപ്പോ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്ര എളുപ്പമല്ല. തലമുറകളായി കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തെയാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ഈ കോട്ടയിലെ മത്സരം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വശത്ത് നാടിന്റെ മുക്കിലും മൂലയിലും വേരുകളുള്ള ശക്തമായ പാർട്ടി സംവിധാനമുള്ള LDF. മറുവശത്ത് ദേശീയതലത്തിൽ പരിചയസമ്പന്നനാണെങ്കിലും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്കൊരു പുറത്തുനിന്നുള്ളയാളായി തോന്നുന്ന UDF സ്ഥാനാർത്ഥി. ഈ നാട്ടുകാരൻ പുറത്തുള്ളയാൾ എന്നൊരു വ്യത്യാസം അതിവിടത്തെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ശരി, ഈ വലിയ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് നമുക്ക് നേരെ താഴേക്കിറങ്ങി വരാം, ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്. കാരണം ഒരു മണ്ഡലത്തിന്റെ യഥാർത്ഥ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവിടുത്തെ ആളുകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളാണ് അവസാനം ഓരോ വോട്ടായി മാറുന്നത്. ഇതാണ് തൃക്കരിപ്പൂരിന്റെ യഥാർത്ഥ മുഖം. കുടിക്കാൻ നല്ല വെള്ളം കിട്ടാത്ത ഗ്രാമങ്ങൾ, ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചെറുപ്പക്കാർ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടിവരുന്ന കർഷകർ, വിലക്കയറ്റം കാരണം വീട്ടുചെലവുകൾ താങ്ങാനാവാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, പിന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത സാധാരണക്കാർ. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത ഒരു രാഷ്ട്രീയത്തിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം വെറും പരാതികളായിട്ട് അവസാനിക്കുന്നില്ല. ഇതെല്ലാം തിരഞ്ഞെടുപ്പിലെ കണക്കുകളിൽ വളരെ വ്യക്തമായ സൂചനകളായി പതിഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റയെ എങ്ങനെ വായിക്കണമെന്ന് മനസ്സിലാക്കിയാൽ ഈ അക്കങ്ങൾ നമ്മളോട് തൃക്കരിപ്പൂരിന്റെ യഥാർത്ഥ കഥ പറഞ്ഞുതരും. നമുക്ക് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കാം. ഇതാണ് സിറ്റിംഗ് MLAയുടെ ഏറ്റവും വലിയ ശക്തി. 1436 കോടി രൂപ. ഇതൊരു ചെറിയ തുകയല്ല. റോഡുകളും പാലങ്ങളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ പണം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് രസകരമായ ഒരു കാര്യം വരുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ 2021 പോളിംഗ് ശതമാനത്തിൽ ഒരു ചെറിയ ഇടിവ് കാണുന്നുണ്ട്. ഇത് ഒരുപക്ഷെ വോട്ടർമാരുടെ ആവേശക്കുറവിന്റെ സൂചനയാവാം, അല്ലെങ്കിൽ നിലവിലുള്ള ഭരണത്തിലുള്ള ഒരു അതൃപ്തിയുടെ പ്രതിഫലനവുമാകാം. കുറയുന്ന ഓരോ ശതമാനം വോട്ടും നമ്മോടൊരു കഥ പറയുന്നുണ്ട്. ഈ ചാർട്ടിലേക്കൊന്നു നോക്കൂ. LDF അവരുടെ വോട്ട് വിഹിതം ഏകദേശം സ്ഥിരമായി നിലനിർത്തുന്നുണ്ട്. എന്നാൽ UDFന് കുറച്ചുകാലമായി വോട്ട് കുറയുന്നതായി കാണാം. അതേസമയം BJPയുടെ വോട്ട് വിഹിതം വളരെ പതുക്കെയാണെങ്കിലും വളരുന്നുണ്ട്. ഇതിനർത്ഥം UDFൽ നിന്ന് ഒരു വിഭാഗം വോട്ടർമാർ അകലുന്നുണ്ട്. ഒരുപക്ഷേ അവർ പുതിയൊരു രാഷ്ട്രീയ ബദലിനായി തിരയുകയാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായത്? ഇതിന്റെ കാരണങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇതിനായി നമുക്ക് സ്ഥാനാർത്ഥികളുടെ ശക്തിയും ദൗർബല്യവും, അവർക്ക് മുന്നിലുള്ള അവസരങ്ങളും ഭീഷണികളും എന്തൊക്കെയാണെന്ന് ഒന്ന് വിലയിരുത്താം. ഇതാണ് സിറ്റിംഗ് MLAയുടെ അവസ്ഥ.
ഒരു വശത്ത് വലിയ ഫണ്ടുകളും ശക്തമായ പാർട്ടി സംവിധാനവും അവരുടെ ഏറ്റവും വലിയ കരുത്താണ്. എന്നാൽ മറുവശത്ത് കുടിവെള്ളം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലുള്ള അവഗണനയും ഒരു പുറത്തുനിന്നുള്ളയാൾ എന്ന തോന്നലും അവരുടെ ദൗർബല്യങ്ങളാണ്. ഈ വിള്ളലുകൾ തന്നെയാണ് ഒരെതിരാളിക്ക് മുതലെടുക്കാൻ കഴിയുന്ന അവസരങ്ങളും. ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വച്ചാൽ, ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് മണ്ഡലത്തിലുടനീളം വ്യാപിച്ചു കിടക്കുകയാണ്. നീലേശ്വരത്തെ അഴുക്കുചാൽ പ്രശ്നം മുതൽ എളേരിയിലെ ആശുപത്രിയിൽ ഡോക്ടറില്ലാത്തതുവരെ ഓരോ പഞ്ചായത്തിനും അതിന്റേതായ പരാതികളുണ്ട്. ഇതൊരു പരാതിയുടെ ഭൂപടമാണ്. അതോടൊപ്പം ഒരു ഭരണമാറ്റത്തിനായി കാത്തിരിക്കുന്ന അവസരങ്ങളുടെ ഒരു ഭൂപടം കൂടിയാണിത്. ശരി, ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഈ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഒരു എതിരാളിക്ക് എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവർക്കെങ്ങനെ ഒരു പുതിയ ഭരണകാഴ്ചപ്പാട് അവതരിപ്പിക്കാം എന്ന് നോക്കാം. ഇതാ അതിനായുള്ള ഒരു പ്രവർത്തന പദ്ധതി. ഈ തന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്. നമുക്കിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ഇതിലെ ആദ്യത്തെ മുഖം ശിവനാണ്, അതായത് ഒരു ആക്രമണാത്മകമായ സമീപനം. നിലവിലെ ഭരണത്തിന്റെ പരാജയങ്ങൾ, ഉദാഹരണത്തിന് കുടിവെള്ള പദ്ധതി വൈകുന്നത് പോലുള്ള കാര്യങ്ങൾ ശക്തമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുക. രണ്ടാമത്തെ മുഖം വിഷ്ണു, സ്ഥിരതയുടെ പ്രതീകം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുക. അടിസ്ഥാന സേവനങ്ങൾ സമയബന്ധിതമായി ഓരോ വീട്ടിലും എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക. മൂന്നാമത്തെ മുഖം ബ്രഹ്മാവ്, അതായത് സൃഷ്ടിയുടെ മുഖം. യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ഒരു ടെക്നോളജി ഇൻക്യുബേഷൻ സെന്റർ, ഇക്കോ ടൂറിസം പദ്ധതികൾ എന്നിങ്ങനെയുള്ള പുതിയതും ആകർഷകവുമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേത് ദുർഗ, സംരക്ഷകയുടെ മുഖം. മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകൾ, കർഷകർ, ന്യൂനപക്ഷങ്ങൾ, ഇങ്ങനെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെയെല്ലാം സംരക്ഷകരായി സ്വയം അവതരിപ്പിക്കുക. ഈ 4 മുഖങ്ങളും ചേരുമ്പോൾ അത് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറും. ഓരോ വിഭാഗം ജനങ്ങളോടും അവരുടേതായ ഭാഷയിൽ തന്നെ സംസാരിക്കണം. യുവാക്കളോട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കണം, അവർക്ക് വേണ്ട തൊഴിലവസരങ്ങളെക്കുറിച്ച് സംസാരിക്കണം. സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാൻ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ശ്രമിക്കാം. വിലക്കയറ്റവും സുരക്ഷയും പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം. കർഷകരുടെ അടുത്തേക്ക് അവരുടെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാൻ കർഷക സമ്മേളനങ്ങൾ തന്നെ സംഘടിപ്പിക്കണം. പ്രവാസികളുമായി ഓൺലൈൻ മീറ്റിംഗുകൾ നടത്തി അവരുടെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കണം. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും വേണ്ടത് പ്രത്യേകമായ ഒരു സമീപനമാണ്. ഇപ്പോൾ നമ്മൾ ഈ വലിയ തന്ത്രത്തെ എങ്ങനെ പ്രായോഗികവും ഉടനടി നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ഒരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാം എന്ന് നോക്കാം. കാരണം നല്ല ആശയങ്ങൾ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാനുള്ള വ്യക്തമായ വഴികളും കൂടി വേണം. ഇതാണ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള വാർഡുകളിൽ നിന്ന് പദയാത്രകൾ തുടങ്ങുക. കാട്ടുപന്നി ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ കർഷകരുമായി നേരിട്ട് യോഗം ചേരുക. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല എന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് ചോദിക്കുക. നല്ല വെള്ളത്തിനും ആശുപത്രിയിലെ സൗകര്യങ്ങൾക്കുമായി ഒരു ഒപ്പുശേഖരണം നടത്തുക. ഒപ്പം സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുക. ഇത് ഈ വിശകലനത്തെ ഒരു കടലാസിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു മാർഗരേഖയാക്കി മാറ്റുന്നു. അവസാനം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയമെന്നു പറയുന്നത് കേവലം അധികാരത്തിനു വേണ്ടിയുള്ള ഒരു മത്സരം മാത്രമല്ല. അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സേവനമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവികൊടുക്കുകയും അതിന് കൃത്യമായ പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. ഈ ഒരു ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡേറ്റ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുമ്പോൾ, ജനങ്ങളുടെ ശബ്ദം നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുമ്പോൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതൊരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുമ്പോൾ മാത്രമാണ് ജനാധിപത്യം ശരിക്കും അർത്ഥപൂർണമാകുന്നത്. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ ID mgr@blueprintstrategies.ai, ഫോൺ നമ്പർ 0804204160. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.